ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ബൗളെടുത്ത് അതിലൊരു 3/4 കപ്പ് ഇളം ചൂടുവെള്ളം ചേർക്കുക. കൈ പൊള്ളുന്ന തരത്തിലുള്ള ചൂടുമാവരുത്, തണുത്ത വെള്ളവും ആവരുത്. ഇളം ചൂടുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുക. ശേഷം 1 ടീസ്പൂൺ തന്നെ പഞ്ചസാരയും ചേർക്കുക. നന്നായി ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വെയിറ്റ് ചെയ്യുക. ഈസ്റ്റിൽ നന്നായി പത വരുന്നുണ്ടെങ്കിൽ ആ ഈസ്റ്റ് ഒരു നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് കുഴയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. ഇവ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് മൈദയിലോട്ട് ചേർക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഈസ്റ്റ് പഴകിയ ഈസ്റ്റൊക്കെ ആണെങ്കിൽ വിചാരിച്ച പോലെ മൈദ പൊങ്ങി വരണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ട്രൈ ചെയ്ത് നന്നായിട്ട് പത വരുന്നുണ്ടെങ്കിൽ മാത്രം അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എത്രത്തോളം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് അത് നന്നായിട്ട് കുഴച്ച് ഒരു 15 മിനിറ്റോളം കുഴച്ചെടുത്ത് നമുക്ക് അതിന് മുകളിൽ ഒരു വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അടച്ചു വെക്കാം. നന്നായിട്ട് അടച്ചു വെക്കാം. നനഞ്ഞ തുണി കൊണ്ട് അടച്ചു വെക്കാം, അല്ലെങ്കിൽ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിഡ് കൊണ്ട് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വെക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു ചിക്കൻ, പിസ്സയിൽ ചേർക്കാനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. 2 ടീസ്പൂൺ മുളകും പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് 1 ടീസ്പൂൺ നാരങ്ങനീരും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്താണ് ഞാനിവിടെ എടുക്കുക. ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ചുകൊണ്ട് ഞാനൊരു 2 മിനിറ്റ് വേവിച്ചു. അപ്പോൾ നന്നായിട്ട് വെള്ളം അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് വരുമല്ലോ. ശേഷം ഞാൻ തുറന്നു വെച്ച് ആ വെള്ളം വറ്റുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഇഷ്ടമുള്ള മസാല നമുക്ക് ഈ ചിക്കനിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്തൂരി ചിക്കൻ്റെ മസാലയോ അല്ലെങ്കിൽ അൽഫാം മസാലയോ സിംപ്ലി ഒരു മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തോ അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടോ നമുക്ക് ചിക്കൻ്റെ മസാല ചേർക്കാം. ഇനി ആ ഓയിലിൽ തന്നെ ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തു. വെളുത്തുള്ളി 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റി കൊടുത്തു. ഇവ നന്നായി വഴഞ്ഞ് കിട്ടിയാൽ ഞാൻ 2 വലിയ സൈസുള്ള തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. നന്നായി ഇളക്കി കൊടുത്തു. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായി ഓയിൽ കിനിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. അല്പം മാത്രം ഉപ്പ് ചേർക്കുന്നുള്ളൂ. കാരണം ഇനി നമ്മൾ സോയാ സോസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇറ്റാലിയൻ ഹെർബ്സ് ഏതെങ്കിലും നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ പിസ്സ സീസണിങ് ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ ഒറിഗാനോ. ഞാനിവിടെ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്തു. എരിവിന് വേണ്ടിയിട്ട് ചില്ലി സോസ് ചേർക്കാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഈ സോസിന് ഒത്തിരി മധുരം ആവാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഇനിയും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇവ സിമ്മിൽ നന്നായി കിടന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിത് ഡോല് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇതിലും സിമ്പിളായിട്ട് ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഒലീവ് ഓയിലും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒറിഗാനോയും കുറച്ച് മുളകും പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായി വഴറ്റിയിട്ട് അതിലോട്ട് കെച്ചപ്പ്, ടൊമാറ്റോ സോസ് ചേർത്തിട്ട് നമുക്ക് പിസ്സ സോസായിട്ട് ഉപയോഗിക്കാം. അരമണിക്കൂറിന് ശേഷമുള്ള നമ്മളെ ഡോ 4 ബൗളായിട്ട് നമുക്ക് സെയിം പാനിൽ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് വെക്കാം. ഇത് എന്തിനാന്ന് വെച്ചാൽ 4 പിസ്സയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെപ്പറേറ്റ് പാനിൽ നമുക്ക് പരത്തി കൊടുക്കാം. ആ സമയത്ത് ഞാൻ ചിക്കൻ പൊരിച്ച് വെച്ചത് ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചു. അതുപോലെ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ച് വെച്ചു. ഇനി നമുക്ക് ഓരോ ബൗളെടുത്ത് പാനിൽ പരത്തി കൊടുക്കാം. ഇന്ന് എനിക്ക് പിസ്സ ഉണ്ടാക്കാൻ ഹെൽപ്പറായിട്ട് ഫിയോണുണ്ട്. അപ്പോൾ ഫിയോണാണ് എല്ലാതും അസിസ്റ്റ് ചെയ്യുന്നത്. പിസ്സ നന്നായിട്ട് പരത്തിയതിന് ശേഷം ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുക. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കുന്നത് കൊണ്ട് ഞാനും ചെയ്യണം. നിങ്ങൾക്കത് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. അതിനുശേഷം നമുക്ക് പിസ്സ സോസ് ഇതിന് മുകളിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സവാളയും ക്യാപ്സിക്കം ഒക്കെ കൊടുത്ത് ഗാർണിഷ് ചെയ്യുക.
അതിന് മുകളിൽ നമ്മൾ ചിക്കൻ വയ്ക്കാം. മൊസറല്ല ചീസ് ഞാൻ ഏറ്റവും ലാസ്റ്റ് എല്ലാ പാനിലും ഇത് സെറ്റ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓരോ ബൗളും ഓരോ സൈസായിട്ടാണ് ഞാൻ പരത്തിയിട്ടുള്ളത്. കാരണം ഓരോ പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഓരോ തിക്നെസ്സിലാണ് ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത്. ചിലർക്ക് ബണ്ണായിട്ട് തിക്കായിട്ടുള്ള പിസ്സ ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് പിസ്സയുടെ ഡോക്ക് കട്ടി കൂട്ടുക. അല്ല തിന്നായിട്ട് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള പിസ്സ ഇഷ്ടമെങ്കിൽ നല്ല തിന്നായിട്ട് ഡോ പരത്തി കൊടുക്കുക. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പിസ്സയുടെ ബൗളിൻ്റെ സൈസ് മാറ്റുക. അതുപോലെ കട്ടിയുള്ള ലിഡിൽ പിസ്സ ഉണ്ടാക്കുമ്പോഴുള്ളൂ പിസ്സയുടെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് കുക്കാവുക. അല്ലെങ്കിൽ പിസ്സയുടെ മുകൾ ഭാഗം കുക്കാവാണ്ട് താഴെ വേഗം കരിഞ്ഞു പോകും. പിസ്സ ഉണ്ടാക്കുമ്പോൾ നമ്മളത് ഫെയിലിയർ ആവുന്ന രണ്ട് കാര്യങ്ങൾ മാവ് പൊങ്ങാണ്ടിരിക്കലും അതുപോലെ മാവ് വേവാണ്ടിരിക്കലും. പൊങ്ങാതിരിക്കണതിൻ്റെ ഒരേ ഒരു റീസൺ നമ്മൾ എടുക്കുന്ന ഈസ്റ്റ് നല്ല ഈസ്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അത് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ചെയ്യുന്ന പോലെ ഇളം ചൂടുവെള്ളം മാത്രം എടുത്ത് അതിൽ ഈസ്റ്റ് ഇട്ടിട്ട് പരീക്ഷിച്ച് നോക്കി ഈസ്റ്റ് പൊങ്ങുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് മാവിലോട്ട്. രണ്ടാമത്തെ കാര്യം അടി കട്ടിയുള്ള പാൻ എടുക്കുക. നന്നായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്യുന്ന അടപ്പ് ഉള്ള പാൻ എടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ഒരിക്കലും ഫെയിലിയർ ആവില്ല. അതുപോലെ സിമ്മിൽ മാത്രം ഇട്ടിട്ട് വേവിക്കുക. പിന്നെ എൻ്റെ രണ്ടാമത്തെ അസിസ്റ്റൻ്റ് എന്നെ സഹായിക്കാൻ വന്നിരിക്കുക കേട്ടോ. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മൂപ്പരാൾക്കും കൂടെ ചെയ്യണം. നിങ്ങൾ ഇതുപോലെ തന്നെ പിസ്സ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കടയിൽ നിന്ന് പിസ്സ വാങ്ങിക്കാൻ നോക്കൂല. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇടയ്ക്ക് ഞാൻ വീറ്റ് ഫ്ലോർ കൊണ്ട് ഉണ്ടാക്കും, ഇടയ്ക്ക് മൈദ കൊണ്ടും ഉണ്ടാക്കും. പക്ഷേ എപ്പോഴെപ്പോഴും വീറ്റ് ഫ്ലോർ ആയാൽ മക്കൾക്ക് ആർക്കും ഇഷ്ടമല്ല. പിസ്സയ്ക്ക് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് ടൊമാറ്റോ യൂസ് ചെയ്യാം, അതുപോലെ ഒലീവ്സ് യൂസ് ചെയ്യാം. പക്ഷെ അതൊന്നും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഉള്ളത് തന്നെ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചെയ്യാൻ. മൊസറല്ല ചീസ് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തു. നമുക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ചില്ലി ഫ്ലേക്സൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒറിഗാനോൻ്റെ പൗഡറും നന്നായിട്ട് ഇട്ട് കൊടുക്കാം. പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. അതെല്ലാം എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഞാൻ 3 പാനിൽ അറ്റ് എ ടൈം വെച്ച് കൊടുത്തു. ഇതൊരു ഇലക്ട്രിക് സ്റ്റൗ ആണ്. ഇത് ഞാനൊരു 4th പോയിന്റിൽ ഇട്ട് കൊടുക്കും ബിഗിനിങ്ങിൽ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതൊരു 3ലോ 2ലോ ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നല്ല സ്മെല്ല് വന്ന് തുടങ്ങും. നമ്മളെ ചീസൊക്കെ മെൽട്ടായി ഒരു അടിപൊളി പിസ്സ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. പിസ്സ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും. ബൈ ബൈ.